നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഈ വിരാട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യും ച തഥാമൃതം ച സമപൂർണാന്നോന്നരാത്രേ സ്ഥിതി സത്രൈകസ്ത്വമശിഷ്യതാകില പരാനന്ദ പ്രകാശാത്മന. വ്യക്ത അവ്യക്തം, ഇതാണ് വ്യക്താവ്യക്തം. വ്യക്താവ്യക്തം ഇതം ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണ സാമ്യരുദ്ധ വികൃതൗ ത്വയ് ആഗതായാം ലയം നോ മൃത്യും ച തഥാ അമൃതം ച സമഭൂന്നാന്നോന്നരാത്രേ സ്ഥിതി. അത് സമഭൂത് ന അന്നഹ ന രാത്രേഹേ സ്ഥിതി. തത്ര ഏകഃ ത്വം അശിഷ്യതാഃ കില പരാനന്ദ പ്രകാശാത്മന. തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മന. പ്രാകൃത പ്രക്ഷയെ, പണ്ട് ആ ബ്രഹ്മപ്രളയകാലത്ത് മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ, അതായത് ആ സത്വരജസ് തമോ ഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥയിൽ ഇവയെല്ലാം ഒരേ അളവിൽ വരിക. ആ ഒരവസ്ഥയിൽ ഈ മായയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഈ മായയ്ക്ക് ഒന്നും ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ കാണുന്ന പ്രപഞ്ചം ഒന്നും കാണാൻ, ഇതെല്ലാം ഒരു മായ പ്രപഞ്ചമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മായ അങ്ങനെ ഗുണസാമ്യാവസ്ഥയിൽ ഭഗവാനിൽ ലയിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ത്വയാഗതായാം ലയം, ഭഗവാനിൽ അങ്ങനെ ലയിച്ച് ചേർന്നിരുന്ന ആ അവസരത്തിൽ വ്യക്ത അവ്യക്തം ഇതം കിഞ്ചിത് ന അഭവത്. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടോ ഉള്ള, അതായത് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തഥാ മൃത്യുഹു അമൃതം ച നോ സമഭൂത്, അതായത് അന്ന് മൃത്യു ഉണ്ടായിരുന്നില്ല, മരണവും അതായത് ജനന മരണ പ്രവാഹമായിരിക്കുന്ന ആ ഒരു സംസാര ബന്ധവും മോക്ഷവും ഉണ്ടായിരുന്നില്ല. സംസാരം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിലെ ബന്ധമോക്ഷങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. ന അന്നഹ സ്ഥിതിഹി ന രാത്രേഹേ സ്ഥിതിഹി, അന്ന് ആ പകലിന്റെ സ്ഥിതിയും ഉണ്ടായിരുന്നില്ല, രാത്രിയുടെ സ്ഥിതിയും ഉണ്ടായിരുന്നില്ല, അതായത് രാപ്പകലും ഉണ്ടായിരുന്നില്ല. തത്ര ത്വം, അന്ന് അങ്ങ് പരാനന്ദ പ്രകാശാത്മന, അതായത് പ്രകാശ സ്വരൂപനായിട്ട്, ആനന്ദ സ്വരൂപനായിട്ട്, സച്ചിദാനന്ദ സ്വരൂപനായിട്ട്, ഏകഹ അശിഷ്യതാഹ കില, ഏകനായിട്ട് ആ ലീലാ ശരീരം പോലും സ്വീകരിക്കാതെ ഈ ഒറ്റയ്ക്ക് ശേഷിച്ചിരുന്നു പോലും. കാരണം അങ്ങനെ പറയാൻ കാര്യം, എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ അവസ്ഥ ഇതാണെന്നാണ് നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്നത്. പണ്ട് ബ്രഹ്മപ്രളയകാലത്ത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ ആ സാമ്യം മൂലം ചലനമില്ലാതിരുന്ന ആ മായ അങ്ങനെ ഭഗവാനിൽ അങ്ങനെ ലയിച്ച് സ്ഥിതി ചെയ്തിരുന്നപ്പോൾ വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഇന്ന് ഈ കാണുന്ന യാതൊരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൃത്യു ഉണ്ടായിരുന്നില്ല, മോക്ഷവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പകലും രാത്രി എന്ന സ്ഥിതിഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. ഏകനായ ഭഗവാൻ മാത്രം അങ്ങനെ പ്രകാശ സ്വരൂപനായി, ജ്ഞാനപ്രകാശ സ്വരൂപനായിട്ട്, ആ ചിദാനന്ദ സ്വരൂപനായിട്ട് അങ്ങനെ അവശേഷിച്ചിരുന്നു പോലും. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യും ച തഥാമൃതം ച സമപുന്നാന്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാകില പരാനന്ദ പ്രകാശാത്മന. ശ്ലോകം 2.
കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയിതദ നിർലീനതാം ആയയു തേഷാം നൈവ വദന്ത്യ സത്വമൈവോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേ സംഭവ കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയയു തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ തഥാ കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ. അല്ലയോ വിഭോ ഭഗവാനെ, അന്ന് ആ കാലത്ത് അങ്ങനെ ഭഗവാൻ യോഗനിദ്രയിലായിരിക്കുന്ന ആ അവസ്ഥയിൽ ഈ കാലം, കർമ്മം, ഗുണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജീവനിവഹ ജീവജാലങ്ങൾ, അതായത് അന്ന് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഇതാണ് പറയുന്നത്. ആ 3 ഗുണങ്ങളുടെയും, ആ സത്വരജസ് തമോ ഗുണങ്ങളും അവയെ ശോഭിപ്പിക്കുന്ന കാലവും എല്ലാം തന്നെ ഭഗവാനിൽ അങ്ങനെ അങ്ങ് ലയിച്ച് ഇരിക്കുകയായിരുന്നു. അതാണ് പറയുന്നത് ചില്ലീലാം രതിം ഏയുഷി ത്വയി. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ അങ്ങ് ആത്മാരാമനായിട്ട് യോഗനിദ്രയിൽ മുഴുകിയിരിക്കുന്ന അങ്ങയിൽ ചിത്തിലീല, ചില്ലീല രതിം എന്ന് പറഞ്ഞ ചിത്തിന്റെ ലീല, അതായത് ആ ചിത്തത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കുക. അങ്ങനെ അങ്ങനെ ആ യോഗനിദ്രയിൽ മുഴുകിയിരിക്കുന്ന ഭഗവാനിൽ അങ്ങനെ നിർലീനതാം ആയയു. അങ്ങനെ ഭഗവാനിൽ അങ്ങ് നിർലീനമായിട്ടിരിക്കുകയായിരുന്നു, അങ്ങ് ലയിച്ച് ഇരിക്കുകയായിരുന്നു. ഭോ, അല്ലയോ ഭഗവാനെ, ശക്തിയാത്മനാധിഷ്ഠതാം അങ്ങയുടെ ശക്തികളായിട്ടുള്ള ഇവയെല്ലാം, അതായത് ഈ കാലം, കർമ്മം, ഗുണം ഇവയെല്ലാം ഭഗവാനിലെ ശക്തികളാണെന്നാണ് പറയുന്നത്. ഈ ശക്തികൾ ഇവയുടെ എല്ലാം തേഷാം അസത്വം ന ഏവ വദന്തി. ഇവയുടെ ഒന്നും ശരിക്കുള്ള ശക്തിയോ അതിന്റെ അസത്വയോ ഒന്നും തന്നെ വ്യക്തമായിട്ട് വേദങ്ങളിൽ പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല. എന്നിരുന്നാലും അതാണ് പറയുന്നത് നോ ചേത്, അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ, കാരണം ഇതെല്ലാം അങ്ങയുടെ ശക്തി ആയിരുന്നു, അതെല്ലാം അങ്ങേ തന്നെ ലയിച്ചിങ്ങനെ കിടക്കുക ആയിരുന്നു. അല്ലായിരുന്നു എങ്കിൽ ഈ പറയപ്പെടുന്ന എന്ന് പറയുന്ന ഗഗനപ്രസൂന സദൃശാം ഭൂയഃ, ഈ കാണുന്ന ഈ ആകാശകുസുമങ്ങൾ പോലെയുള്ള, ആകാശപുഷ്പങ്ങൾ പോലെയുള്ള ആ കാലാദികളൊക്കെ വീണ്ടും എങ്ങനെ ഉണ്ടാകുമായിരുന്നു? അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ മാത്രം, നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ മാത്രമേ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുള്ളല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങയിൽ ലയിച്ച് അങ്ങ് കിടക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ വീണ്ടും എങ്ങനെ ഉത്ഭവിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം മായ എന്ന് പറഞ്ഞ വളരെ വലിയൊരു മായാജാലമാണ് എന്നാണ് പറയുന്നത്. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രമേ ആ മായയിൽ നിന്ന് മുക്തി നേടുകയുള്ളൂ. ആ മായയിൽ നിന്ന് മുക്തി നേടിയെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ആ സത്യം എന്താണ്, ആ പരബ്രഹ്മം എന്താണ്, ആ ദ്വൈതം അദ്വൈതം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയിതദ നിർലീനതാം ആയയു തേഷാം നൈവ വദന്ത്യ സത്വമൈവോ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേ സംഭവ. ശ്ലോകം 3. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാം ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണി ത്വയി ചുക്ഷുഭേ ത്രിഭുവനി ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായക്രിയാം. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം സി സൃക്ഷാത്മികാം ബിഭ്രാണി ത്വയി ചുക്ഷുഭേ ത്രിഭുവനി ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തി അഖിലാദൃഷ്ടം
സ്വഭാവോപി ച സ്വഭാവഃ അപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യ സഹായക്രിയ ഏവം ച ദ്വിപരാർത്ഥകാലവിഗതൗ. ഇപ്രകാരം രണ്ട് പരാർത്ഥം കഴിഞ്ഞപ്പോൾ, അതായത് ദ്വിപരാർത്ഥം, രണ്ട് പരാർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു ആയുസ്സാണ്. അപ്പൊ ബ്രഹ്മാവിന് ആയുസ്സും 100 ബ്രഹ്മവർഷം. 100 ബ്രഹ്മവർഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ 360 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറയുന്നത്. അത്തരം 12,000 ദേവവർഷങ്ങളാണ് ഒരു ചതുർയുഗം. ചതുർയുഗം നമുക്കറിയാം 4 യുഗങ്ങള്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന ആ 4 യുഗങ്ങള്. അങ്ങനെ 12,000 ദേവവർഷങ്ങൾ ചേർന്നതാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അത്തരം 2000 ചതുർയുഗങ്ങൾ ആണ് ബ്രഹ്മാവിന് ഒരു ദിവസം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നതാണ് 2000 ചതുർയുഗം. 2000 ചതുർയുഗം. അപ്പം ബ്രഹ്മാവിന്റെ ഒരു വർഷം, ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 2000 ചതുർയുഗങ്ങൾ ചേർന്നതാണ്. അപ്പം ബ്രഹ്മാവിന്റെ അപ്പം വർഷക്കണക്ക് പറയുകയാണെങ്കിൽ 360 ബ്രഹ്മവർഷമാണ് ബ്രഹ്മാവിന്റെ ഒരു പരാർത്ഥം എന്ന് പറയുന്നത്. അതായത് 50 വർഷം എന്ന് പറയുന്നത്. ഒരു പരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷമാണ്. അപ്പം വർഷം കണക്ക് നോക്കുവാണെങ്കിൽ 360 ഇൻറ്റു 2000 ചതുർയുഗം അതാണ്. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റൂല. അങ്ങനെ 360 ദിനം. ബ്രഹ്മദിനം എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മ ദിവസം എന്ന് പറഞ്ഞാല് 2000 ചതുർയുഗമാണ്. അപ്പൊ അത്തരം 360 ചതുർയുഗങ്ങൾ ആണ് ബ്രഹ്മാവിന് ഒരു പരാർത്ഥം എന്ന് പറയുന്നത്. അതായത് 50 ബ്രഹ്മവർഷം. ആ ബ്രഹ്മവർഷമാണ് ഒരു പരാർത്ഥം. അങ്ങനത്തെ 2 പരാർത്ഥം, അതായത് 100 ബ്രഹ്മവർഷം. അതാണ് ബ്രഹ്മാവിന്റെ ആയുസ്സ്. ഇത്രയും കഴിഞ്ഞപ്പോൾ ത്വയി ഈക്ഷാംസി സൃക്ഷാത്മിക. ഭഗവാൻ സൃഷ്ടി നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് ഈക്ഷാം എന്ന ഒരു ക്രിയയെ ബിഭ്രാണെ കൈക്കൊണ്ടുകൊണ്ട് മായയെ നോക്കുകയാണ്. അതാണ് ത്രിഭുവനി ഭാവായ. അന്നേരം ആ മായയെ അങ്ങനെ നോക്കിയപ്പോൾ മായ 3ആയിട്ട് പിരിഞ്ഞു. അതായത് 3 ലോകങ്ങളുടെ മൂലകാരണമാണ് ത്രൈലോക്യ സ്വരൂപി അതായിട്ടുള്ള ആ മായാശക്തി. ആ മായാശക്തി സ്വയം ചുക്ഷുഭേ, എന്നിട്ടും സ്വയം 3ആയിട്ട് പിരിഞ്ഞു. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് 3ആയിട്ട് പിരിഞ്ഞത് എന്നാണ് പറയുന്നത്. മായാത ഖലു കാലശക്തി അഖിലാദൃഷ്ടം. ആ മായയിൽ നിന്ന് കാലശക്തി എന്ന് പറയുന്ന ഭഗവത് ശക്തിയും പിന്നെ അഖിലാദൃഷ്ടം സർവ സ്വഭാവങ്ങൾ, കർമ്മം, പിന്നെ അതിന്റെ സ്വഭാവങ്ങൾ, ഇവയെല്ലാം അപിച പ്രാദുർഭൂയ, അവയെല്ലാം രൂപം കൊണ്ടു. കാലമെന്ന ഭഗവത് ശക്തിയും സമസ്ത കർമ്മങ്ങളും, അതായത് സുകൃതം ദുഷ്കൃതം രൂപത്തിലുള്ള കർമ്മങ്ങള്, പിന്നെ അവയുടെ സ്വഭാവം എന്നീ ശക്തികൾ തെളിഞ്ഞു വന്നിട്ട് അപ്പൊ ഈ 3 സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഈ 3 സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? കാലം. കാലം എന്ന് പറയുന്നത് ആ ദേവശക്തിയാണെന്ന് പറഞ്ഞു. അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ കർമ്മം. ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ സ്വഭാവം. അതിന് ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതാണ് ആ സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാതെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ്, ഒരു തിരിച്ചറിവ് ഉണർന്നു വന്നിട്ട് ഗുണാൻ വികാസ്യ, ആ 3 ഗുണങ്ങളെയും, അതായത് സത്വരജസ് തമോ ഗുണങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് ആ നിർവികാരമായിട്ടിരുന്ന ആ മായയുടെ, ആ മായാഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ വേർപെടുത്തിയിട്ട് വിദതുഹു തസ്യ സഹായക്രിയാം, ആ മായയുടെ പ്രപഞ്ച സൃഷ്ടിക്ക് സഹായം ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പൊ ഇതിനകത്തിൽ കുറച്ചധികം മനസ്സിലാക്കാനുണ്ട്. അത് കണക്കാണ്. ആ കണക്കുകളൊക്കെ കൂട്ടി നമുക്ക് വരാൻ കുറെ പാടാണ്. എന്നാലും അത് ആഗ്രഹമുള്ളവർക്ക് അത് ഇതുപോലെ ഇത് കറക്റ്റായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏവം ചദ്വിപരാർത്ഥകാല വിഗതാം വീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണി ത്വയി ചുക്ഷുഭേ ത്രിഭുവനി ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായക്രിയാം. ശ്ലോകം 4.
മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ വേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരാം കാലാദിപ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജദ്യോऽസൗ മഹാനുച്യതേ. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ പേദൈസ്ത്വാം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരാ ജീവഃ അപി ന ഏവ അപരഃ കാലാദിപ്രതിബോധിതാം അധ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത് യഹ അസൗ മഹാൻ ഉച്യതേ. പറയുന്നത് മായയ്ക്ക് സാന്നിധ്യമുണ്ടെങ്കിലും മായയ്ക്ക് പ്രവേശനമില്ലാത്തതായിട്ടുള്ള ആ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ സാക്ഷി, സർവസാക്ഷി എന്ന് വേദങ്ങളിൽ പറയുന്നു എന്നാണ് പറയുന്നത്. കാരണം എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ഭഗവാൻ ആണ് എന്ന് പറയുന്നു. ആ ഭഗവാൻ പ്രതിബിംബിച്ചുണ്ടായതാണ് സർവചരാചരങ്ങളിലെയും ജീവാത്മാവ് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. മായാസന്നിഹിത, ആ മായയുടെ ആ സാന്നിധ്യം ഉണ്ട് എങ്കിലും അപ്രവിഷ്ട വപുഷ, മായയ്ക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത, കാരണം മായ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അങ്ങനെയുള്ള ആ സ്വരൂപത്തോട് കൂടിയ ഭഗവാൻ സാക്ഷി ഇതി ഗീതഃ, ഈ ഗീതയിൽ സാക്ഷി എന്ന് പറയുന്നു. വേദങ്ങളിലെല്ലാം സർവസാക്ഷിയാണ് എന്നാണ് പറയുന്നത് ഭഗവാനെ. അതായത് മായയുടെ അടുത്ത് തന്നെയുണ്ട്, എന്നാൽ ആ ശരീരം പ്രവേശനം ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള സർവത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷി എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നു വേദങ്ങളിൽ. ഭേദൈസ്താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവോപി നൈവാപര. അങ്ങനെ ആ മായാകാര്യങ്ങൾ എത്ര ഉണ്ടോ, എത്ര ഉപാധികളുണ്ട്, മായാകാര്യങ്ങളായിട്ട് മായാ സൃഷ്ടികളായിട്ടുള്ള എത്ര ഉപാധികളുണ്ടോ അവയിലെല്ലാം പ്രവേശിച്ചിട്ട്, അതായത് ആത്മാവിനെ കടത്തിവിട്ടുകൊണ്ട് ഭഗവാൻ പ്രതിബിംബ രൂപേണ ആ ഈ സർവചരാചരങ്ങളിലെയും കടന്നിട്ട് അതിനെല്ലാം ജീവാത്മാവായിട്ട് ഭഗവാൻ വിളങ്ങുന്നു. അങ്ങനെ ആയിട്ടിരിക്കുന്ന ആ ഭഗവാൻ അധ കാലാദി പ്രതിബോധിതാം, പിന്നീട് ആ പ്രളയാനന്തരം കാലം മുതലായ മറ്റ് ആ ശക്തികൾ ഉണർത്തിയ ആ മായ ഭവതാ സഞ്ചോദിതാജ, ഭഗവാന്റെ ആ പ്രേരണയാൽ കൂടി സ മായ ഖലു, ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അസൃജത്ത്, ആ മായ തന്നെയാണ് ആ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത്. ആ ബുദ്ധിതത്വത്തെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് മഹാനുച്യതേ, യഹ അസൗ മഹാനുച്യതേ, അതിനെയാണ് മഹാൻ, അതായത് മഹത്തത്വം എന്ന് പറയുന്നത് എന്നോട് പറയുകയാണ്. അപ്പം ഭഗവാൻ ആ മഹത്തത്വം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. മായാസന്നിഹിതോ പ്രവിഷ്ട വപുഷാം സാക്ഷീതി ഗീതോ ഭവാൻ പേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരാം കാലാദിപ്രതിബോധിതാദ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജദ്യോऽസൗ മഹാനുച്യതേ. ശ്ലോകം 5. തത്രാസോ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദക ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം, ത്രിഗുണൈഃ തമോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. പറയുന്ന അല്ലയോ ഭഗവാനെ, അവിടുത്തെ പ്രേരണ മൂലം ആ മായാസമൂഹത്തിൽപ്പെട്ട മഹത്വത്വം മൂന്ന് ഗുണത്താലും ചേർന്ന, മൂന്ന് ഗുണത്തിന്റെയും, അതായത് മായയാണ് ആ മഹത്വത്വത്തെ സൃഷ്ടിച്ചത്. അപ്പൊ തന്നെ ആ മായയിലുള്ള മൂന്ന് ഗുണങ്ങളും അതിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ സത്വ ആണെങ്കിലും സത്വ ഗുണം കൂടുതലുള്ള ആ ജീവാത്മാക്കളിൽ അത് വേറൊരു ഭാവത്തിലും
എന്നാൽ തമോ ഗുണം കൂടുതലുള്ള ജീവാത്മാക്കളിൽ അത് വേറൊരു ഭാവത്തിലുമായിരിക്കും എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തത്ര അസൗ ച മഹാൻ, ആ മായാ സമൂഹത്തിൽപ്പെട്ട ആ മഹത്തത്വം ത്രിഗുണാത്മകഃ അപി, ആ ത്രിഗുണാത്മകം ആണെങ്കിലും, അതായത് ആ സത്വരജസ് തമോ ഗുണമയമാണെങ്കിലും സത്വപ്രധാനഃ, ആ പ്രധാനമായിട്ടും ആ സത്വഗുണത്താൽ അസ്മിൻ ജീവേ സ്വയം നിർവികൽപ്പം അഹം ഇതി, അങ്ങനെയുള്ള ആ ജീവാത്മാക്കളിൽ, കാരണം സത്വഗുണ സ്വരൂപികളായിട്ടുള്ള ജീവാത്മാക്കളിൽ ആ തത്വം, ആ മഹത്തത്വത്തിനെ അത് നിർവികൽപ്പമായിട്ടായിരിക്കും എന്ന് പറയുകയാണ്. അവരെ അത് നിശ്ചയരാക്കിക്കൊണ്ട്, കാരണം മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് നല്ല ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. ആ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും എല്ലാം തുല്യമാണ് എന്നുള്ള ഒരു മനോസ്ഥിതിയിലൂടെ അതിനെ കാണാൻ കഴിയുന്നതായിരിക്കും എന്ന് പറയുകയാണ്. അതാണ് പറയുന്നത്, അവരിൽ ഉദ്ബോധ നിഷ്പാദക കലു, ഒരു ഭേദവും കൂടാതെ ഞാൻ എന്ന ആ ഒരു ബോധം ഉണ്ടാക്കുന്നു. എന്നാൽ അസൗ മഹാൻ ഖലു വിഷ്ണു, അല്ലയോ വിഷ്ണു, ഈ മഹത്വത്വം തന്നെ അങ്ങയുടെ പ്രേരണയാൽ തന്നെ അത് വീണ്ടും മറ്റൊരു രൂപത്തിലും വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് ആ ജീവാത്മാക്കൾ, അതാ പറയുന്നത്, പ്രേരണ നിമിത്തം അസ്മിൻ ജീവാത്മാക്കളിൽ ത്രിഗുണൈഹി സമ്പുഷ്ടം, ആ മൂന്ന് ഗുണങ്ങളുടെയും സമ്പുഷ്ട രൂപത്തിലാണ് എങ്കിലും തമഹ അതിബഹുലം, തമോ ഗുണം അതിയായിട്ട് ഉള്ളെങ്കിൽ, കൂടുതലായിട്ടുള്ളവരിൽ സവികൽപ്പബോധകം അഹം, ആ അഹം തത്വത്തെ അത് വികൽപ്പമായിട്ട് ആണ് കാണുന്നത്. അതായത് ഞാൻ നീ എന്ന രണ്ട് ഭാവത്തിൽ കാണുന്നത്, എന്റേത് എനിക്ക്, അത് നിന്റേത് നിനിക്ക്, എങ്ങനെയുള്ള ആ ഒരു രൂപത്തിലായിരിക്കും അങ്ങനെയുള്ളവര് കാണുന്നത്. ആ ഒരു ഭാവത്തെയാണ് അഹന്ത, അതായത് അഹങ്കാരം എന്ന് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഈ അഹം എന്ന ആ ബ്രഹ്മതത്വത്തെ, ആ മഹത്തത്വത്തെ ആണ് ആദ്യമേ സൃഷ്ടിച്ചത്. ആ മഹത്തത്വത്തിൽ നിന്നാണ് സകലതും ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ മഹത്വത്വത്തിൽ നിന്ന് ഇപ്പൊ ആ മഹത്വത്വം തന്നെ രണ്ടായിട്ട് തിരിഞ്ഞിട്ട് അഹംഭാവവുമായി അഹന്തയുമായി, അതായത് അഹങ്കാരവുമായി, ഉം അങ്ങനെ ആ രണ്ടായിട്ട് രണ്ട് ഭാവത്തെ അത് കൈക്കൊണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാ വിധിഭവന്നാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ ഗൃദദിശാവാദാർക്കപാശു വാഹ്നീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്രശാരീരകാൻ. സോഹം ച, സഹ അഹം ച, ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ പൂയ സ്ഥൈജസ താമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത ദിശാ വാദ അർക്ക പാശി അശ്വിനോ വഹ്നി ഇന്ദ്ര അച്യുത മിത്രകാൻ വിതുവിധി ശ്രീരുദ്ര ശാരീരകാൻ. ഇങ്ങനെ ആ സംജാതമായ ആ അഹം തത്വം അത് മൂന്ന് ഗുണങ്ങൾക്കൊത്ത് മൂന്ന് രൂപങ്ങൾ ആയിട്ട് തീർന്നു എന്ന് പറയുകയാണ്. ആ മൂന്ന് രൂപത്തിൽ പ്രാപിക്കുകയും പിന്നീട് അതിനെ വൈകാരികം, തൈജസം, താമസം എന്നീ രൂപഭേദങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. എന്നിട്ട് ആ രൂപങ്ങളിൽ നിന്ന് എന്തോ പിന്നീട് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സഹ അഹം ച, അങ്ങനെയുള്ള ആ അഹങ്കാരം ത്രിഗുണക്രമാൽ ത്രിവിധതാം ആസാദ്യ, ആ മൂന്ന് ഗുണങ്ങൾക്കൊത്ത് മൂന്ന് അവസ്ഥയെ പ്രാപിച്ചു. വൈകാരിക പൂയ തൈജസ താമസൗ ഇതി. വൈകാരികം തൈജസം താമസം
ഇങ്ങനെ മൂന്നായി പിരിഞ്ഞ് 3 തരത്തിലുള്ള രൂപം കൈക്കൊണ്ടു എന്ന് പറയുകയാണ്. അപ്പൊ വൈകാരികം എന്ന് പറഞ്ഞാൽ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന്, സ്വാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം, അങ്ങനെ ആ 3 ഭാവം കൈക്കൊണ്ടു. ആ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് വൈകാരികവും, രാജസ അഹങ്കാരത്തിൽ നിന്ന് തൈജസവും, പിന്നെ താമസ അഹങ്കാരത്തിൽ നിന്ന് താമസം തന്നെയും രൂപം കൊണ്ടു. അപ്പൊ ഈ 3ൽ നിന്നും പിന്നീട് വെവ്വേറെ ഓരോന്നുണ്ടാകുകയാണ്. അതാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കോണേ, നമ്മളുടെ ആ പാരമ്പര്യം, ആ ഒരു അടുത്തടുത്ത ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെക്കുക. ഒന്നിൽ നിന്ന് ഒന്നുണ്ടായി, ആ ഒന്നിൽ നിന്ന് അങ്ങനെ 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 പോകുന്ന ആ ഒരു രീതിയാണ് കാണുന്നത്. അപ്പൊ ഒരു ആദ്യമേ എന്താണ് ഉണ്ടായത്? ആ മഹത്തത്വം ഉണ്ടായി. ആ മഹത്തത്വം പിന്നെ 2ആയി പിരിഞ്ഞു. ആ മഹത്തത്വത്തിൽ 2ആയി പിരിഞ്ഞവരിൽ നിന്ന് ആ രണ്ടാമത്തേത് വീണ്ടും 3ആയിട്ട് തിരിഞ്ഞു. ആ 3ആയി തിരിഞ്ഞതിൽ നിന്ന് പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ഓരോന്നിൽ നിന്നും എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ ആ വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ തിരിഞ്ഞിട്ട് 3 രൂപത്തിലുള്ള ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു. ഭഗവാൻ ആദ്യേന സത്വാത്മന, ഇത് ഈ ആദ്യത്തെ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന്, അതായത് വൈകാരികത്തിൽ നിന്ന്, ഇപ്പം നമ്മൾ പറഞ്ഞു സാത്വിക അഹങ്കാരം എന്ന് പറഞ്ഞ വൈകാരികം എന്ന ഭാവമാണ്. ആ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത ദിശ വാത അർക്ക പാശി അശ്വിനോ, അങ്ങനെ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്ന ദേവന്മാരെ, അവരുടെ ആ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ എന്ന് അവകാശപ്പെടുന്ന ദേവന്മാരുണ്ടായി. പിന്നെ വഹ്നി, ഇന്ദ്ര, അച്യുത, മിത്രകാൻ, വിധു, വിധി, അങ്ങനെ തുടങ്ങിയവരും. അതാണ് പറയുന്നത്. അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി തുടങ്ങിയവരും, പിന്നെ വിധു, വിധി, ശ്രീരുദ്ര, ശാരീരകാൻ, ചന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ, ക്ഷേത്രജ്ഞൻ തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെയും സൃഷ്ടിച്ചു. അപ്പൊ അത് നമുക്കറിയാം, ഇതൊക്കെ എങ്ങനെയാണ് ഈ അധിഷ്ഠാന ദേവന്മാർ, ഇതൊക്കെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളാകുന്നത്, ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേൾവി, അല്ലെങ്കിൽ സ്പർശനം, അല്ലെങ്കിൽ കാണുക, ഘ്രാണം, വാസന അനുഭവിക്കുക. അപ്പൊ ഇതിനൊക്കെ ഒരു അധിഷ്ഠാന ദേവതമാരുണ്ട്. ചെവിയുടേത് ദേവനാണ് ദിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്വക്കിന്റെയാണ് വായു എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും അധിഷ്ഠാന ദേവന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സോഹം ച ത്രിഗുണക്രമാ ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധിഭവന്നാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ ഘൃതദിശാവാതാർക്കപാശ്വശ്വിനോ വഹ്നീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്രശാരീരകാൻ. ശ്ലോകം 7. ഭൂമന്മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാ സത്വാംശയേവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണാ സത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനീത്വദ്ബലാത്. ഇവിടെ പറയുന്ന അടുത്ത ഇനി എന്താണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുകയാണ് ഇവിടെ. ആ നമ്മൾ പറഞ്ഞു 3 ആ വൈകാരിക അംശത്തിൽ നിന്ന്, അതായത് ആ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ടവയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇനിയും അടുത്ത എന്താണ് ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭൂമൻ തവ ബലാദ്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ ശക്തിയാൽ സത്വാംശഃ ഏവഹ, ആ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് തന്നെ മാനസ ബുദ്ധി അഹംകൃതിം ഇളച്ചിത്താക്കിയ വൃത്യന്യുതം, വീണ്ടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ കൊണ്ട് ചേർന്നിരിക്കുന്ന ആ 4 ചിത്തവൃത്തികളോട് കൂടിയ ആ മനസ്സിന്റെ ആ വൃത്തിയോടുകൂടിയ തത് അന്ധക്കരണം ച അസൃജത്, ആ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു പിന്നീട് എന്ന് പറയാം. അപ്പൊ ഇതിനെല്ലാം കൂടി ഓരോന്നിനെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ അന്ധക്കരണം ഉണ്ടായി, അന്ധകരണത്തെ സൃഷ്ടിച്ചു. ജാതഹ തൈജസതഃ ദശേന്ദ്രിയഗണ, പിന്നീട് അടുത്ത തൈജസത്തിൽ നിന്നാണ് പറയുന്നത്. രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങളും
5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ടുള്ള 10 ഇന്ദ്രിയങ്ങളും ഉണ്ടായി. മരുത്പുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വദ്ബലാത്, അങ്ങയുടെ ആ അപാരമായിട്ടുള്ള വലിയ ശക്തിയാൽ, പുനഃ പിന്നീട്, തത് താമസ അംശത്തിൽ നിന്ന്, തത് താമസ അംശാത്, ആ താമസ അംശത്തിൽ നിന്ന്, തന്മാത്രം നഭസഹ, ഒരു തന്മാത്ര, അതായത് ഒരു സൂക്ഷ്മ അംശം, ആകാശത്തിന്റെ വെറും ഒരു തന്മാത്ര, അതൊരു സൂക്ഷ്മ അംശം മാത്രമായിട്ടുള്ള ശബ്ദഹ അജനി, ആ ശബ്ദവും ഉണ്ടായി. അങ്ങനെ പിന്നീടുണ്ടായത് ശബ്ദമാണ്. ആദ്യമായിട്ട് പിന്നീടുണ്ടാകുന്നത് ശബ്ദമാണ്. അങ്ങനെയാണ് പിന്നെ ശബ്ദമുണ്ടായത്. താമസ അംശത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായത്. അപ്പൊ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അവയുടെ അധിഷ്ഠാന ദേവതമാരെയും സൃഷ്ടിച്ചു. പിന്നീട് തൈജസാഹങ്കാരത്തിൽ നിന്ന് അന്ധക്കരണത്തെ ഉണ്ടായി സൃഷ്ടിച്ചു. പിന്നീട് താമസത്തിൽ നിന്ന് ശബ്ദത്തിന്റെ ആ ഒരു തന്മാത്ര, ആ ഒരു പുട്ട്, അതും ഉണ്ടായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭൂമൻ മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താക്യവൃത്യന്വിതം തച്ചന്തക്കരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണാ സത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനി ത്വദ്ബല. ശ്ലോകം 8. ശബ്ദാദ്വ്യോമ തതസസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമധോ മഹോദചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയാസ്താമസാത്. ശബ്ദാത് വ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപം അധഃ മഹഃ ച രസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവകലനാത് ആദ്യധർമാന്വിതം ഭൂതഗ്രാമം ഇമം ത്വമേവ ഭഗവൻ പ്രാകാശയഃ താമസാത്. അങ്ങനെ ഈ ആദ്യമേ ശബ്ദമുണ്ടായി നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ ശബ്ദത്തിൽ നിന്ന് പിന്നീട് ആണ് ഓരോന്നോരോന്നായിട്ടുണ്ട്. ആദ്യം ഉണ്ടായതിൽ നിന്ന് അതിന്റെ ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കി അടുത്തടുത്ത് ഓരോന്ന് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ആ കാര്യമാണ് ഇനി ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതാ പറയുന്നത്, ശബ്ദാത് വ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം. അങ്ങനെ അല്ലയോ സർവശക്ത, ആ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും പിന്നെ അതിൽ നിന്നും മാരുതനെയും വീണ്ടും രൂപത്തെയും സൃഷ്ടിച്ചു. ച രസം തോയം ച ഗന്ധം മഹിം ഏവം മാധവ പൂർവകലനാത് ആദ്യധർമാന്വിതം. അങ്ങനെ പിന്നീട് തേജസ്സിനെയും ആ തേജസ്സിൽ നിന്ന് രസം, ജലം എന്നിവയെയും പിന്നെ അതിൽ നിന്ന് ഗന്ധം, ഭൂമി എന്നിവയെയും അങ്ങ് സൃഷ്ടിച്ചു. ലക്ഷ്മീകാന്തനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഇങ്ങനെ ആദ്യം വിവരിച്ചവയുമായിട്ടുള്ള ആ ഒരു ബന്ധത്താൽ അതിന്റെ ധർമ്മങ്ങളോട് ചേർന്ന് ഇങ്ങനെ ഭൂതസംഘത്തെ, ഈ ആ പഞ്ചഭൂതങ്ങൾ എല്ലാം അങ്ങ് തന്നെ ആ താമസ അംശത്തിൽ നിന്നും സൃഷ്ടിച്ചു. അതാണ് പറയുന്നത്, ഭൂതഗ്രാമം ഇമം തും ഏവ ഭഗവാൻ പ്രാകാശയഃ അത്താമസാത്. ശബ്ദാദ്വ്യോമ തദസസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമധോ മഹോദചരസം തോയം ഛദർഗന്ധം മഹീം ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ശ്ലോകം 9. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാംശജാതാ പൃഥം നോഷേ കൂർഭുവനാണ്ഡനിർമ്മിതിവിദോ ദേവൈരമീഭിസ്തദാ ത്വന്നാനാവിധസൂക്തിഭിർമുദഗുണ സ്തന്വാന്യമുന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ ചാനികഠയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ഏതേ ഭൂതഗണാ തഥ
ഇന്ദ്രിയഗണാഃ ദേവാഃ ച ജാതഃ ദേവാശ്ച ജാതാ പൃഥങ് നോ ചേകൂർ ഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈഃ അമീഭിഃ തഥാ ത്വം നാനാവിധ സൂക്തിഭിഃ നുദഗുണ തത്വാനി അമൂനി ആവിശൻ ചേഷ്ടാം ശക്തിം. അതാണ് തത്വാന്യമൂന്യാവിശൻ തത്വാനി അമൂനി ആവിശൻ ചേഷ്ടാശക്തിം ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വ്യത. അപ്പൊ അങ്ങനെ ഏതേ ഭൂതഗണ തദേന്ദ്രിയഗണ, ഈ ഭൂതസമൂഹങ്ങളും ആ ഇന്ദ്രിയഗണങ്ങളും അവയുടെ എല്ലാം അധീശന്മാരായിട്ടുള്ള ദേവന്മാരും ആണ്. നോ ശേകൂർ ഭുവനാന്ത നിർമ്മിതി വിധോ ദേവൈഹി അമീഭിഹി. അപ്പം അങ്ങനെയുള്ള ഈ അധീശന്മാരായിട്ടുള്ള ആ ദേവന്മാരും എല്ലാം വെവ്വേറെ തന്നെ അങ്ങനെ ജാതരായി എല്ലാരും ഇങ്ങനെ. എങ്കിലും ആ ബ്രഹ്മാണ്ഡ നിർമ്മിതിക്ക് ആകുന്ന ആ മഹാകൃത്യത്തിന് ആരും തന്നെ ശക്തരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി, അതാണ് പറയുന്നേ, ദേവൈഹി ത്വം നാനാവിധ സൂക്തിഭിഹി നുദഗുണ തന്വാനി അമൂനി ആവിശൻ. അപ്പം ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് ആ ഭഗവാനെ ഉൾക്കൊണ്ടുകൊണ്ട് അവര് പലതരത്തിൽ അവർ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മാണ്ഡ നിർമ്മിതിയാകുന്ന ആ മഹാകൃത്യത്തിന് അവരാരും തന്നെ ശക്തരാകാതിരുന്നപ്പോൾ അവരെല്ലാവരും കൂടി പല വിധത്തിലുള്ള സൂക്തികളെ കൊണ്ട് പ്രകീർത്തിക്കപ്പെട്ടു ഭഗവാനെ. അങ്ങനെ ആയി. അപ്പോൾ ഭഗവാൻ ആ തത്വാനി അമൂനി ആവിശൻ, ആ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക്, അപ്പൊ ആ തത്വത്തിലേക്കെല്ലാം ഇവരിലേക്കെല്ലാം ഇതെല്ലാം കൂടെ ചേർന്നെങ്കിലേ ആ അണ്ഡം നമിക്കുക എന്നത് സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവരിലേക്കെല്ലാം അങ്ങ് പ്രവേശിച്ചിട്ട് അവർക്ക് ആ ഒരു ശക്തിയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അതാണ് തത്വാനി ആമൂനി വിഷയം. ഈ തത്വത്തിലേക്കെല്ലാം പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തിയും ഉദീര്യ, ആ ഒരു ചേഷ്ടയെ ഉണർത്തിയിട്ട് താനി കഠയൻ ഐരണ്യം അണ്ഡം വ്യതാഹ, ആ ഹിരണ്മയ അണ്ഡത്തെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ അവരെ ആ ശക്തിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് സർവഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സ്വർണ്ണമയമായിട്ടുള്ള ഒരു അണ്ഡത്തെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. 9ാമത്തെ ശ്ലോകത്തിൽ ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോ ശേകൂർഭുവനാന്ത നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വന്നാനാവിധ സൂക്തിഭിർനുദഗുണ തന്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യത. ശ്ലോകം 10. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത്സഹസ്രം സമാം നിർഭിന്ദന്നകൃധാ ചതുർദശ ജഗദ്രൂപം വിരാടാഹുയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർപാദോസി മരുത്പുരാദിവസമാം ത്രായസ്വ സർവാമയാത്. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാഃ നിർഭിന്ദൻ അകൃതാഃ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷ ജീവാത്മകോ നിർപാദഃ അസി മരുത്പുരാധിപ സഹ മാം ത്രായസ്വ സർവ ആമയാത്. അങ്ങനെ ആ അണ്ഡം കാലങ്ങളോളം അങ്ങനെ നിർജീവമായിട്ട് കിടന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. അതിലേക്ക് ഭഗവാന്റെ ആ ഒരു പ്രവേശനം ഉണ്ടായപ്പോഴാണ് അതിന് പിന്നീട് ചലനം സംഭവിച്ചത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠസഹസ്രം സമാഃ. അപ്പൊ ആ അണ്ഡം, ആ ഹിരണ്മയ അണ്ഡം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ആരുടെ ആ എല്ലാ ചൈതന്യത്തിലൂടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും എല്ലാ ഭൂതങ്ങളിലേക്കും ഭഗവാന്റെ ആ ചൈതന്യം കടത്തി വിട്ടുകൊണ്ട് അവരെ കൂടി അതിന് പ്രാപ്തരാക്കിക്കൊണ്ട്
ആ അണ്ഡത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ആ അണ്ഡം പിന്നീട് സഹസ്രം വർഷങ്ങൾ സംവത്സരം അങ്ങനെ ആ മുമ്പ് സൃഷ്ടമായിരിക്കുന്ന ആ കാരണജലത്തിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു. അങ്ങനെ അങ്ങ് നിർജീവാവസ്ഥയിൽ അങ്ങനെ കിടന്നു. ഒരു ചലനമില്ലാതെ അങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്ന ആ അവസ്ഥയിൽ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം നിർവിന്ദൻ അകൃതാഹ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം. അങ്ങനെ കിടന്നപ്പോൾ ഭഗവാൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അതിനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് അതിലേക്ക് ഭഗവാന്റെ ആ ചൈതന്യം കടത്തിവിട്ടുകൊണ്ട് ആ സർവ്വചരാചരങ്ങൾ അതിനകത്തുള്ള സർവ്വ വസ്തുക്കളിലും ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തെ കടത്തിവിട്ടിട്ട് ഭഗവാൻ അങ്ങനെ അങ്ങ് വിരാജിച്ചു അതിൽ എന്നാണ് പറയുന്നത്. സാഹസ്രൈ കരപാദ മൂർധനിവഹൈഹി അങ്ങനെ അനേകായിരം കൈകളും കാലുകളും തലകളുമായിട്ട് അങ്ങനെ നിശേഷ ജീവാത്മകോ സർവ ജീവജാലങ്ങളിലും നിർഭാതോസി മരുത്പുരാവതി അങ്ങനെ തിളങ്ങി നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങനെ എല്ലാ ജീവന്മാരുടെയും സ്വകം ആ ആത്മാക്കളെയും സ്വയം വഹിച്ചുകൊണ്ട് അങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ് മരുത്പുര സഹ മാം ത്രായസ്വ സർവാമയാത് അങ്ങനെയുള്ള അങ്ങ് എന്നെയും സർവ്വരോഗപീഠകളിൽ നിന്നും മുക്തനാക്കേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.